ഓഫർ തട്ടിപ്പ് കേസിൽ കണ്ണൂരിൽ പരാതിക്കാരുടെ പ്രതിഷേധം. തട്ടിപ്പിനിരയായ സ്ത്രീകൾ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഓഫർ തട്ടിപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം ആളുകൾക്ക് പണം നഷ്ടമായത് കണ്ണൂർ ജില്ലയിൽ നിന്നാണെന്നാണ് ഏറ്റവും ഒടുവിലെ കണക്ക്. ഒടുവിൽ വരുന്ന ഒരു കണക്കുകളനുസരിച്ച് ഏതാണ്ട് 3000-ലധികം സ്ത്രീകളിൽ നിന്നാണ് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിട്ടുള്ളത്. അതായത് കോടിക്കണക്കിന് രൂപയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഇത്തരത്തിൽ ഈ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ പലയിടങ്ങളിലായി സ്ത്രീകൾ നൽകിയിട്ടുണ്ട്. ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി ഏതാണ്ട് 10-ലധികം FIR-കൾ ഇതോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് അടക്കമുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ സംഘം അതിനുവേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. അതിനിടയിൽ ED-യുടെ അന്വേഷണം നടക്കുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും കൃത്യമായി നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ്, പരിഭവമാണ് ഈ പണം നഷ്ടമായിട്ടുള്ള സ്ത്രീകൾക്കുള്ളത്. അവരതിൽ പ്രധാനമായും പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇതിൽ ഈ പ്രൊമോട്ടർമാരെയും കോർഡിനേറ്റർമാരെയും കൂടി പ്രതികളാക്കണം എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂരിൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ ഒരു വലിയ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സ്ത്രീകളാണ് ഇത്തരത്തിൽ ഈ പരാതിയുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിലവിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നടക്കുമുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വിപുലമായൊരു സംഘമുണ്ട്. ED-യുടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിൽ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്? ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത് പ്രൊമോട്ടർമാർക്കെതിരാണ് നമ്മൾ പരാതി കൊടുത്തത്. അവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല, അവരെ ചോദ്യം ചെയ്തില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു സമരം വെച്ചത്. പ്രൊമോട്ടർമാർക്കെതിരെ പരാതി എടുക്കണം, കേസെടുക്കണം. പക്ഷേ പ്രൊമോട്ടർമാർ പറയുന്ന അവരും ഇരകളാക്കപ്പെട്ടു എന്നാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത്രയും ദിവസങ്ങളായിട്ട് ഈ പ്രൊമോട്ടർമാർ ഒരാളും നമ്മളോട് നമ്മൾ നിങ്ങളെപ്പോഴും ചതിക്കപ്പെട്ടവരാണ്, നിങ്ങൾ നമ്മളെ കൂടെ കൂടുന്ന് പറഞ്ഞ് ഇതുവരെ ഒരാളെയും നമ്മൾ സമീപിച്ചില്ല. അവർക്ക് കള്ളത്തരം ഉള്ളത് കൊണ്ടല്ലേ അവർ സമീപിക്കാത്തത്. നമ്മളെ പ്രൊമോട്ടർമാരോട് നമ്മൾ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പിന്നെ നിങ്ങൾ പൈസ കിട്ടും പോലെ വാങ്ങിക്കോ, പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യില്ല, 15 ദിവസമേ നമ്മൾ ജയിലിൽ കിടക്കുള്ളൂ, നമ്മൾ പുറത്തിറങ്ങും, ഇങ്ങനെയൊക്കെ അവർ നമ്മോട് പറയുന്നത്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ തന്നെ നിങ്ങളുടെ ഒരു ആക്ഷേപം പോലീസ് ആദ്യം കേസ് എടുത്തത് ഒരു പ്രൊമോട്ടറുടെ പരാതിയിലാണ്, അല്ലേ? ജില്ലാ കോർഡിനേറ്ററുടെ പരാതിയിലാണ്, മോഹന്റെ പരാതിയിലാണ് പോലീസ് ആദ്യം കേസ് എടുക്കുന്നത്. പിന്നെ പ്രതികൾക്കെതിരെ കൊടുക്കുന്ന കേസാണ് അവരുടെ കേസാണ് അവർ ഇപ്പം പോലീസുകാരുടെ എടുത്തിട്ടുള്ളത്. പ്രതികൾക്കെതിരെ നമ്മൾ കൊടുത്തത്, പ്രതികളെ കേസാണ് പോലീസുകാരുടെ എടുത്തത്. എന്തുകൊണ്ട്? ഇതാണ് നമ്മളെ ചോദ്യം. നമ്മൾ കൊടുത്തത് അവർക്കല്ല. നമ്മൾ ഈ പ്രൊമോട്ടർമാർ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വളവട്ടണം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രൊമോട്ടർമാർക്കെതിരെ നമ്മൾ കേസ് കൊടുത്തു. അവരതെടുത്തില്ല. 3 ദിവസം നമ്മൾ വളവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ. നിങ്ങൾ ഇവിടെ എത്ര പേർക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്? 104 പേര്. 104 പേര്. നമ്മുടെ അവിടെ ഈ പ്രൊമോട്ടർമാരുടെ പേരുകളാണോ എഴുതി വെച്ചിരിക്കുന്നത്? കോർഡിനേറ്ററിന്റെ പേര്. അപ്പൊ അവരെന്താ ഈ പറയുന്നത്? ഈ പ്രൊമോട്ടർമാർ നമ്മുടെ അക്കൗണ്ടിലാണോ നിങ്ങൾ പൈസ ഇട്ടത്? പിന്നെ എന്തിനാ നമ്മളോട് ചോദിക്കേണ്ട ആവശ്യം? അങ്ങനെ അവര് കൂടുതൽ ചോദിക്കുന്നത് എങ്ങനെയാ? നമ്മൾ കേസ് കൊടുക്കണ്ട, അതിന് കേസ് കൊടുത്ത് നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ അന്തരീക്ഷന്റെ പേരിൽ കേസ് കൊടുക്കണ്ടെന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ അന്തരീക്ഷന്റെ ഡയറക്റ്റ് ചെയ്തതല്ലല്ലോ, നമ്മൾ പ്രൊമോട്ടർമാരുടെ പ്രകാരമല്ലേ നമ്മൾ ചെയ്തത്. മലപ്പെട്ട പഞ്ചായത്ത്. അവിടെ എത്ര പേർക്ക് പണം പോയി? അവിടെ 70 പേര് സ്കൂട്ടിക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ അറിയപ്പെടാണ്ട് കുറെ ആൾക്കാരുണ്ട്, പലവിധ സാധനങ്ങൾക്കും കൊടുത്തവരുണ്ട്. ഈ കോർഡിനേറ്റർമാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളാണ്? അതെ, അടുത്ത് പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ചേരാൻ താല്പര്യം പറയുന്നത്. കാരണം നമ്മളത് ചോദിക്കുന്നുണ്ട്, ഇത് പറ്റിക്കപ്പെടുവോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പദ്ധതിയാണ്, ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവര്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഓഫർ തട്ടിപ്പ് കേസിൽ അതിൽ ഇരകളാക്കപ്പെട്ട ആളുകളുടെ പ്രതിഷേധമാണ് കാണുന്നത്.